വെൽക്കം ടു ട്രൈഡ്റൂട്ട്. നമുക്ക് ഇന്നത്തെ യുഎസ് ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം. അതിനുമുമ്പ് ഇന്നലെ നടത്തിയ അനാലിസിസിന്റെ റിസൾട്ട് നോക്കാം. ഇന്നലെ നമ്മൾ നടത്തിയ അനാലിസിസിൽ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ചെറിയൊരു പുൾ ബാക്ക് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ചെറിയൊരു പുൾ ബാക്ക് താഴോട്ടേക്ക് ഇറങ്ങിയിട്ടുണ്ട്. എന്നിട്ട് അതിനുശേഷം ബ്രേക്ക് ഔട്ട് ചെയ്ത് അടുത്തൊരു ലെവലിലേക്ക് നമ്മൾ മാർക്ക് ചെയ്ത ലെവലിലേക്കൊക്കെ ഈ ലെവലിലേക്കൊക്കെ വന്ന് നോക്കിയാൽ കാണാം ചെറിയ ചെറിയ പുൾ ബാക്കുകൾ വന്നിട്ടുണ്ട്. എന്നിട്ട് അവിടുന്ന് ഒരു മെയിൻ ലെവൽ, അതായത് മെയിൻ റെസിസ്റ്റൻസ് ലെവലിലേക്ക് വന്നിട്ട് ഇപ്പൊ ഒരു ഡീപ്പ് പുൾ ബാക്കിലേക്ക് മാർക്കറ്റ് വന്നിരിക്കുന്നു. സോ ഇന്നലെ നോക്കുകയാണെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്ന വലിയൊരു പുൾ ബാക്ക് ഈ ഒരു ഏരിയയിലായിരുന്നു. ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു വലിയ പുൾ ബാക്ക് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു ചെറിയ പുൾ ബാക്ക് വന്ന് അതിന്റെ തൊട്ട് താഴെയുള്ള ഈ ലെവലിൽ നിന്ന് സപ്പോർട്ട് എടുത്ത് മുകളിലോട്ടാണ് പോയിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഏറെക്കുറെ സംഭവിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്നത്തെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം. ഇന്നത്തെ ചാർട്ടിലോട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത് ഇന്നലെ നല്ലൊരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. നോക്കിയാൽ കാണാം ഈ ഒരു ഏരിയനെ ബ്രേക്ക് നടത്തിയിട്ടുണ്ട്. ബ്രേക്ക് നടത്തി താഴോട്ടേക്ക് ഇറങ്ങി അതിന്റെ താഴെയുള്ള സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോയിട്ട് ഒരു മൈനർ സ്വിങ്, അതായത് വൺ ഡേ ചാർട്ടിൽ മൈനർ സ്വിങ്ങിനെ ബ്രേക്ക് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ഇന്ന് കാലത്ത് മാർക്കറ്റ് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങുന്നുണ്ട്. താഴോട്ടേക്ക് ഇറങ്ങുന്നു എന്ന് വെച്ചാൽ മാർക്കറ്റ് കൂടുതലും ഒരു സപ്പോർട്ട് എടുത്ത് മുകളിലോട്ട് പോകാൻ തന്നെയാണ് താഴോട്ടേക്ക് ഇറങ്ങുന്നത്. അങ്ങനെയാണെങ്കിൽ എത്താൻ സാധ്യതയുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഇന്നലെ ക്രിയേറ്റ് ചെയ്ത ഹൈയുടെ മുകളിലാണ്. ഹൈയുടെ മുകളിൽ എന്തായാലും എത്താനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു വലിയൊരു എഫ്ഇജിയും കൂടിയാണ്. അപ്പൊ ഈ ഒരു ലെവലിനെ ഒന്ന് നമ്മൾ മാർക്ക് ചെയ്തിടുന്നുണ്ട്. പിന്നെ ഉള്ളത് അതിന്റെ തൊട്ട് മുകളിലുള്ള ഒരു ലെവൽ എന്ന് പറയുന്നത് ഇവിടെയാണ്. അവിടേക്ക് ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട്. താഴോട്ടേക്ക് ഏറെക്കുറെ ഇവിടേക്ക് തന്നെയായിരിക്കും വരാനുള്ള സാധ്യത. ഇനിയിപ്പോ അത് ബ്രേക്ക് ചെയ്ത് വരികയാണെങ്കിൽ ഈ കാണുന്ന ഈ ഒരു കൺസോളേഷന്റെ താഴോട്ടേക്ക് എത്താനാണ് കൂടുതൽ സാധ്യത. ഇന്നേക്ക് അത് എത്തുമെന്നുള്ള കാര്യം ഉറപ്പില്ല. എന്നിരുന്നാലും ഒന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്തിടുന്നത്. ഇനി നമുക്ക് 1 അവറിലേക്ക് പോവാം. വൺ അവർ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ പ്രൈസ് റേഞ്ചുകളൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. സപ്പോർട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. 63,800, 64,313, അടുത്തത് 64,665, അടുത്തത് 65,105, അടുത്തത് 65,368, അടുത്തത് 65,841. ഇനി റെസിസ്റ്റൻസ് ഏരിയ ഒന്ന് നോട്ട് ചെയ്യാം. 65,510, 66,997. ഇനി മുകളിലുള്ള റെസിസ്റ്റൻസ് ഏരിയ ഒന്ന് മാർക്ക് ചെയ്യാം. 69,732 ആൻഡ് 70,626. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ ഇവിടുന്ന് ഇവിടം വരെയുള്ള ലെവൽ എന്ന് പറയുന്നത് ഹയർ ടൈം ഫ്രെയിമിന്റെ ഒരു എഫ്ഇജി ആണ്. അപ്പൊ അതിന്റെ മുകളിലോട്ടൊക്കെ വരുന്ന സമയത്ത് മാർക്കറ്റ് ഒരു പക്ഷെ നല്ല രീതിയിൽ ഒന്ന് താഴോട്ടേക്ക് ഒരു കൺഫർമേഷന് വേണ്ടി താഴോട്ടേക്ക് വരാൻ സാധ്യത ഉണ്ട്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് നമ്മൾ 1 അവറിൽ മാർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോവാം. 50 മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് മാർക്കറ്റ് ടാർഗറ്റ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഏരിയാസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ വരച്ചിരിക്കുന്ന സപ്പോർട്ട് ഏരിയ ആണ്. പക്ഷെ അതിന്റെ മുന്നേ നമുക്ക് നോക്കിയാൽ കാണാം ഇവിടെ ഒരു ലെവല് 50 മിനിറ്റ്സിന്റെ ഉണ്ട്. ആ ലെവലിനെ ഒന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട്. അതിന്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്തിടുന്നുണ്ട്. ആ ലെവലിലേക്ക് ഒരു പക്ഷെ മാർക്കറ്റ് വന്നിട്ട് ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ, ഒരു കൺഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലോയിനെ ബ്രേക്ക് ചെയ്തിട്ടുള്ള കൺഫർമേഷൻ ആയിരിക്കും. ഇവിടെ നിന്ന് ഒരു നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ അതിന്റെ ഫോളോ ത്രൂ ആയിട്ട് ഒരു ട്രേഡ് നമുക്ക് നോക്കാവുന്നതാണ്. അതിന് റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് ശ്രദ്ധിക്കേണ്ടത് നല്ലൊരു കൺഫർമേഷൻ ആയിരിക്കണം. അതിന് ഒരു സ്ട്രക്ചറൽ ചേഞ്ച് വേണം. അതുപോലെ തന്നെ ബുള്ളിഷ് പാറ്റേൺ വേണം. എങ്കിൽ മാത്രമേ നോക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ താഴോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നോക്കിയാൽ കാണാം ഇവിടെ ഒരു എഫ്ഇജി ഉണ്ട്. ഈ ഒരു എഫ്ഇജി എന്ന് പറയുന്നത് ഈ ഒരു റേഞ്ചിലാണ്. ഈ റേഞ്ചിലേക്ക് വന്നു കഴിഞ്ഞ് മാർക്കറ്റ് ഒരു പക്ഷേ ഇവിടെ നിന്നും ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് മുകളിലോട്ട് നോക്കാം. വീണ്ടും താഴോട്ടേക്ക് വരുന്ന സമയത്ത് അടുത്തൊരു സപ്പോർട്ട് ഏരിയ എന്ന് പറയുന്നത് ഈ ലെവലുമാണ്. ഈ ലെവലിൽ നോക്കിയാൽ കാണാം ഇവിടെ നിന്നാണ് നല്ലൊരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇവിടേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്, മുകളിലോട്ട് പോകുന്നുള്ള എക്സ്പെക്ടേഷൻ ഉണ്ട്. സെൽ എൻട്രി പരമാവധി ഈ ലെവലിലൊക്കെ അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം അടുത്തടുത്തുള്ള
സപ്പോർട്ട് ഏരിയാസ് ആണ്. അപ്പോൾ ഒരു സെൽ എൻട്രി എടുത്താൽ തന്നെ റിസ്ക് റിവാർഡ് കിട്ടാനുള്ള സാധ്യത കുറവാണ്. ഇനിയിപ്പോൾ എടുക്കണം എന്നുണ്ടെങ്കിൽ വളരെ ചെറിയ ടൈം ഫ്രെയിമിൽ പോയിട്ട് 1 മിനിറ്റിലെങ്ങാനും പോയിട്ട് കൺഫർമേഷൻ എടുത്തതിന് ശേഷം സെൽ എൻട്രി എടുക്കുക. ഇനി അടുത്ത് സംഭവിക്കാനുള്ളത് ഈ ലോയിനെ ബ്രേക്ക് ആണ്. ഈ ലോയിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരുപക്ഷെ ഒന്ന് ചെറുതായിട്ട് ഒന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോയിട്ട് വീണ്ടും താഴോട്ടേക്ക് തന്നെ വരാനാണ് സാധ്യത കാണുന്നത്. കാരണം ഈ ലോയിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഹയർ ടൈം ഫ്രെയിമിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഏരിയനെയാണ് ബ്രേക്ക് നടത്തുന്നത്. അപ്പോൾ ആ ഒരു ഏരിയ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് പിന്നെ നെക്സ്റ്റ് ഏരിയയും കൂടി, അതായത് നെക്സ്റ്റ് സപ്പോർട്ട് ലെവലും കൂടി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ താഴോട്ടേക്ക് നന്നായിട്ട് വരാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടുന്നും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ റെസിസ്റ്റൻസ് ഏരിയയുടെ മുകളിലോട്ട് പോവുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ മുകളിലുള്ള ഇവിടുന്ന് മുതൽ ഇവിടം വരെ നല്ലൊരു വലിയൊരു FEG ആണ്. അപ്പൊ അവിടുന്നൊക്കെ ഏത് സമയത്ത് നല്ല ഫുൾ ബാക്കുകൾ എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഈ പറഞ്ഞ ഏരിയാസ് എല്ലാം മാർക്ക് ചെയ്ത് വെച്ചതിന് ശേഷം എങ്ങനെയാണ് മാർക്കറ്റ് അവിടെ എത്തുമ്പോൾ ബിഹേവ് ചെയ്യുന്നത് എന്ന് നോക്കി എടുത്തതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. ഒരിക്കലും ബ്ലൈൻഡ് ആയിട്ട് ട്രേഡ് എടുക്കരുത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.